അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ റമദാനിൽ നമ്മൾ എല്ലാവരും നിസ്കരിക്കുന്ന തറാവീഹ് നിസ്കാരം. ആ തറാവീഹ് നിസ്കാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം 20 റക്അത്തുകളായിട്ടാണ് നമ്മൾ തറാവീഹ് നിസ്കരിക്കാറുള്ളത്. ആ 20 റക്അത്തുകളിൽ 10 തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിക്കൊണ്ടാണ് 10 തവണ തക്ബീറത്തുൽ ഇഹ്റാം നമ്മൾ ചൊല്ലി 10 തവണ സലാം വീട്ടിക്കൊണ്ടാണ് 20 റക്അത്ത് പൂർത്തിയാക്കുന്നത്. ഇവിടെ നിസ്കാരത്തിൽ കറാഹത്ത് സംഭവിച്ചു പോകുന്ന ഒരു കാര്യം, നമ്മൾക്ക് ദുആഉൽ ഇഫ്തിതാഹ് നഷ്ടപ്പെടുന്നു എന്നതാണ്. ദുആഉൽ ഇഫ്തിതാഹ് എന്ന് വെച്ചാൽ പ്രാരംഭ പ്രാർത്ഥന. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. ഇതാണ് ദുആഉൽ ഇഫ്തിതാഹ്. നിസ്കാരത്തിൽ 2 തരം സുന്നത്തുകളുണ്ട്. എന്നാൽ ദുആഉൽ ഇഫ്തിതാഹ് അടക്കമുള്ള അബഅദ് സുന്നത്തുകൾ, അത് ഹൈആത്ത് സുന്നത്തുകൾ, ഇങ്ങനെ 2 സുന്നത്തുകളാണ് നിസ്കാരത്തിലുള്ളത്. വജ്ജഹ്തു എന്നുള്ളത് അത് ഹൈആത്ത് സുന്നത്താണ്. അത്തഹിയ്യാത്ത് അത് അബഅദ് സുന്നത്താണ്. ഈ ദുആഉൽ ഇഫ്തിതാഹ് ദീർഘമായതുകൊണ്ട് തന്നെ പലരും അത് ചൊല്ലാറില്ല. അവിടെ ഇമാമാണെങ്കിലും മഅ്മൂമാണെങ്കിലും ദുആഉൽ ഇഫ്തിതാഹ് ഒഴിവാക്കൽ കറാഹത്താണ്. അപ്പോൾ നമ്മുടെ 20 റക്അത്ത് നിസ്കരിക്കുമ്പോൾ 10 തവണ നമ്മൾ ചെറിയൊരു ശ്രദ്ധ വെച്ചാൽ ഈ ഒരു കറാഹത്ത് ഒഴിവാക്കാൻ കഴിയും. നമുക്ക് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലും ഫിഖ്ഹിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ ഇമാമിങ്ങൾ ദുആഉൽ ഇഫ്തിതാഹിൻ്റെ വ്യത്യസ്തമായ ദുആകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ് 744 നമ്പറായി ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കൊണ്ടുവരുന്ന ഹദീസ്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു 598 നമ്പറായി കൊണ്ടുവരുന്ന ഹദീസ്. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസ്കുത്തു ബൈന തക്ബീരി വൽ ഖിറാഅ. അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലി ഫാത്തിഹ ഓതുന്നതിന് മുമ്പായി അല്പസമയം നിബിതങ്ങൾ മിണ്ടാതിരിക്കും. ഫഖുൽതു ബി അബീ വ ഉമ്മി യാ റസൂലല്ലാഹ് ഫീ ഇസ്കാതിക ബൈന തക്ബീരി വൽ ഖിറാഅത്തി മാദാ തഖൂൽ. ഞാൻ തങ്ങളോട് ചോദിച്ചു, എൻ്റെ പിതാവും എൻ്റെ മാതാവും അങ്ങേക്ക് ദണ്ഡമാണ്, അങ്ങ് മിണ്ടാതിരിക്കുന്ന ആ സമയം, തക്ബീറിൻ്റെയും ഖിറാഅത്തിൻ്റെയും ഇടയിലുള്ള സമയത്ത് എന്താണ് ചൊല്ലുന്നത്, എന്താണ് പറയുന്നത്? ഖാല അഖൂലു അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ കമാ ബഅദ്ത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ് അല്ലാഹുമ്മ നഖ്ഖിനി മിനൽ ഖതായ കമാ യുനഖ്ഖ അസ്സബുൽ അബ്യദു മിനദ് ദനസ് അല്ലാഹുമ്മ നഖ്ഖിഹി മിനസ് സൽജി വൽ ബറദ്. ഈ ദുആ പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ചോദ്യത്തിന് മറുപടി പറയുന്നത്. വജ്ജഹത്തു മാത്രമല്ല, നമുക്ക് ദുആഉൽ ഇഫ്തിതാഹിന് കൊണ്ടുവരാൻ പറ്റിയ ചെറിയ ദുആകളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഇപ്പോൾ പറഞ്ഞത്, അല്ലാഹുമ്മ ബാഇദ് ബൈനി വ ബൈന ഖതായായ. അല്ലാഹുവേ, എൻ്റെയും എൻ്റെ പാപങ്ങൾക്കുമിടയിൽ കിഴക്ക് പടിഞ്ഞാറ് ദിക്കുകളുടെ ദൂരം പോലെ നീ ദൂരത്താക്കണമേ എന്ന ദുആ. എന്നെ പാപത്തിൽ നിന്ന്, വെളുത്ത വസ്ത്രത്തെ അഴുക്കിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ പാപങ്ങളിൽ നിന്ന് എന്നെ നീ ശുദ്ധീകരിക്കണമേ എന്ന അർത്ഥമുള്ള ഈ ഒരു ദുആ. ഇതുപോലെ തന്നെ വേറെയും നമുക്ക് കാണാം. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, അന്ന റജുലൻ ജാഅ ഫദഖല അസ്സഫ ഫഹഫസഹു നഫസു. ഒരാൾ നിസ്കാരത്തിലേക്ക് ഇങ്ങനെ ധൃതിയായി വന്ന് അയാൾ സഫിലേക്ക് കയറി
അയാളിങ്ങനെ ശ്വാസം എടുക്കുന്നുണ്ട്. ആ സമയത്ത് അദ്ദേഹം ഇങ്ങനെ ചൊല്ലി, തക്ബീർ കിട്ടിയ ഉടനെ അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി, അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. ഇങ്ങനെ ഫലമ്മ ഖളാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തഹു, നിസ്കാരം കഴിഞ്ഞപ്പോൾ നബിതങ്ങൾ ചോദിച്ചു, ഖാല അയ്യുക്കുമുൽ മുതകല്ലിം ബിൽ കലിമാത്ത്, നിങ്ങളുടെ കൂട്ടത്തിൽ ആരോ ഇങ്ങനെ ചില വാചകങ്ങൾ പറയുന്നതായി കേട്ടല്ലോ, ആരാണത്? ഫറമ്മൽ ഖൗമു, അങ്ങനെ ജനങ്ങളെല്ലാവരും അദ്ദേഹത്തെ ശ്രദ്ധിച്ചു നോക്കി. ഫഖാല അയ്യുക്കുമുൽ മുതകല്ലിം ബിഹാദ, ആരാണ് സംസാരിച്ചത്, ആരാണ് പറഞ്ഞത്? അപ്പോൾ ഫഇന്നഹു ലം യഖുൽ ബഅസൻ, നബിതങ്ങളൊന്നും പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞതിനെ മോശമായി ഒന്നും പറഞ്ഞില്ല. പിന്നെന്തു പറഞ്ഞു? ഫഖാല റജുലുൻ ജിഅ്തു ഖദ ഹഫസനി നഫസു ഫഖുൽതു, നബി തങ്ങളെ ഞാൻ പെട്ടെന്നാണ് വന്നപ്പോഴേക്ക് സമയം കിട്ടിയില്ല, അപ്പോൾ ഞാനത് പറഞ്ഞു. ഇത് ഈ ഹദീസ് ഇമാം ബുഖാരി മുസ്ലിം റളിയല്ലാഹു അൻഹു കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇത് നീ പറഞ്ഞ ഉടനെ 12 മലക്കുകൾ അവർ നീ പറഞ്ഞ വാക്കുകൾ അത് വാനലോകത്തേക്ക് ആകാശത്തേക്ക് ഉയർത്താൻ വേണ്ടി അവർ മത്സരിക്കുന്നതായി ഞാൻ കണ്ടു. അപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്. ഇങ്ങനെ വേറെയും ഒരുപാട് ഹദീസുകൾ. മറ്റൊരു ഹദീസിൽ കാണാം, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ബൈനമാ നഹ്നു നുസല്ലി മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾക്കൊപ്പം ഞങ്ങൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ നിസ്കാരത്തിലേക്ക് വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല. അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല. അപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, ആരാണ് ഈ പറഞ്ഞത്? അപ്പോൾ ഒരാൾ സ്വഹാബികളുടെ കൂട്ടത്തിൽ നിന്ന് വന്നു, അനയാ റസൂലല്ലാഹ്, ഓ നബിയെ ഞാനാണ് പറഞ്ഞത്. ഖാല അജിബ്തു ലഹ, എനിക്കത് വല്ലാത്ത ഇഷ്ടമായി. കലിമത്തുൻ ഫുത്തിഹത്ത് ലഹാ അബ്വാബുസ് സമാ, നീ പറഞ്ഞ ആ വാക്ക് അത് കാരണമായി ആകാശത്തിലെ വാതിലുകളെല്ലാം തുറക്കപ്പെട്ടു. ഇത് പറഞ്ഞിട്ട് ഉമർ ഇബ്നു റളിയല്ലാഹു അൻഹു പറയാണ്, ഫമാ തറക്തുഹുന്ന മുൻദു സമയത്തു ദാലിക, ഇത് കേട്ടത് മുതൽക്ക് ഞാൻ നിസ്കാരത്തിൽ ഇത് ഒഴിവാക്കാറില്ല. അപ്പോൾ ഈ ചെറിയ വജ്ജഹത്തുവിന് പകരം നമുക്ക് കൊണ്ടുവരാൻ പറ്റിയ ദുആഉൽ ഇഫ്തിതാഹുകൾ നമുക്ക് തറാവീഹിന് കൊണ്ടുവരാം. ഇമാമു തക്ബീർ കെട്ടി ഫാത്തിഹ ഓതി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഈ ദുആഉൽ ഇഫ്തിതാഹ് ചൊല്ലാം. ഏതൊക്കെ ചൊല്ലാം? ഇപ്പോൾ നമ്മൾ പറഞ്ഞ അൽഹംദുലില്ലാഹി കബീറ, അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല, അത് ചൊല്ലാം. അല്ലെങ്കിൽ അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി, ഇത് ചൊല്ലാം. ഈ ദുആഉൽ ഇഫ്തിതാഹ് നഷ്ടപ്പെടുത്താതിരിക്കൽ, ആ ഒരു കറാഹത്ത് ഒഴിവാക്കുന്നതോടുകൂടി നമ്മുടെ നിസ്കാരം ഒന്നുകൂടി അത് ഒരു സുന്നത്തിൻ്റെ മന്നഹിയ സുന്നത്തി, എൻ്റെ സുന്നത്ത് ഒരാൾ ഹയാത്താക്കിയാൽ, അതിന് ജീവൻ നൽകിയാൽ ഫലഹു അജ്റു മിഅത്തി ഷഹീദ്, 100 രക്തസാക്ഷിയുടെ പ്രതിഫലമുണ്ട് എന്ന് നമുക്ക് ഹദീസിൽ കണ്ടിട്ടുണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം സുന്നത്തുകൾ പാലിച്ച് ഇബാദത്തുകൾ ഒന്നുകൂടി മെച്ചപ്പെടുത്തി നിർവഹിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.